പഴയ പോലെയല്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ കാരണഭൂതത്തിന്റെ കുരുട്ടുബുദ്ധിയാണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് കാരണഭൂതം ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ കാരണഭൂതമാകെ അപ്പൊ പറഞ്ഞത്ര അറസ്റ്റ്. ഈ പഴയ മറ്റേ നാടകങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ, എവിടെ ഭടൻ, ഭടൻ എവിടെ, അവന്റെ തലയെറുക്കൂ എന്നൊക്കെ പറയുന്ന പോലെ കാരണഭൂതം പറഞ്ഞത്ര അവരെ പിടിക്കൂ, അവനെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പൂങ്കുഴലിയോട് പറഞ്ഞപ്പോ പൂങ്കുഴലിയും സംഘവും ചേർന്ന് പാതിരാത്രി രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കുന്നു. എടോ കാരണഭൂതമേ, തന്റെ മരുവൻ ഒരു പാവം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് പെൺകുട്ടിയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ച കഥ, കുനിച്ചു നിർത്തി കൂമ്പിലിട്ട് ഇടിച്ച കഥ, അവളുടെ മുഖത്ത് നോക്കി നിന്നേക്കാൾ നല്ല പെണ്ണിനെ എനിക്ക് പാളയത്തിൽ കിട്ടുവടോ 50 രൂപ കൊടുത്താൽ എന്ന് പറഞ്ഞ് അപമാനിച്ച കഥ. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നില്ല. ഇപ്പോഴും സോഷ്യൽ മീഡിയ നിങ്ങൾ വിശ്വസിക്കണ്ട. ഇത് കോഴിക്കോട്ടെ കോഴിക്കോട്ടെ കോടതിയിൽ ആ പെൺകുട്ടി സമർപ്പിച്ചതാടോ. എന്നിട്ട് ഒത്തുതീർത്തു, നിങ്ങൾ ഒത്തുതീർത്തു, പൈസ കൊടുത്ത് ഒത്തുതീർത്തു അല്ലേ? അതിന്റെ കഥകളൊക്കെ നിറഞ്ഞു കിടക്കുമ്പോഴാണ് നിങ്ങൾ വലിയ പുണ്യവാളന്മാരാകുന്നത്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധത്തെ നിങ്ങൾ ഇത് പീഡനമാക്കി മാറ്റുന്നല്ലേ? ഉളുപ്പ് വേണമെടോ, ഉളുപ്പ്, അത്രേ പറയാനുള്ളൂ. കഴിഞ്ഞ ഒരു മാതൃഭൂമി ചാനലിലാണ് തോന്നുന്നു ജെക്സി തോമസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ ബസന്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഉളുപ്പ് ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ എനിക്ക് പിണറായി വിജയനോട് ചോദിക്കാനുള്ളൂ കേട്ടോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യം പറ, എന്നിട്ട് മത്സരിക്കുക. അതല്ലാതെ ഇമ്മാതിരി തീട്ട കഥകളും കൊണ്ടിട്ടാണോ ഇറങ്ങുന്നത്? ഉളുപ്പ് വേണ്ടോ, ഉളുപ്പ്. നമ്മുടെ പാർട്ടിയിലെ പെണ്ണുപിടിയന്മാരൊക്കെ സ്ത്രീ സംരക്ഷകരാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാടപ്പാ? കോൺഗ്രസ് അത് ജീർണതയുടെ അടയാളാണ്. ഞങ്ങളുടേതൊക്കെ എന്താ പറയാ, നവോത്ഥാനത്തിന്റെ ഞങ്ങളുടെ പീഡനമൊക്കെ നവോത്ഥാന പീഡനം, PT കുഞ്ഞുമുഹമ്മദിന്റെ പീഡനം ഉൾപ്പെടെ അതൊക്കെ നവോത്ഥാന പീഡനമാണ്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഈ അതിജീവിതയുടെ, അതായത് PT കുഞ്ഞുമുഹമ്മദ് കയറി പിടിച്ച നവാഗത സംവിധായകയുടെ പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? മുഖ്യമന്ത്രി അത് പൂഴ്ത്തിവെച്ചു. അത് പൂഴ്ത്തിവെക്കണം. കാരണം എന്താണ്? ഇതൊക്കെ നവോത്ഥാനത്തിലേക്കുള്ള യാത്രയാണ്. PT കുഞ്ഞുമുഹമ്മദിനെ പീഡിപ്പിക്കാം, PT കുഞ്ഞുമുഹമ്മദിനെ പുതിയ സംവിധായകമാരെ മുഴുവനും പീഡിപ്പിക്കാം, ഒരു പ്രശ്നമില്ല, അന്വേഷിക്കരുത്. ഗണേഷ് കുമാറിന് പീഡിപ്പിക്കാം. ഗണേഷ് കുമാറിന്റെ മൂക്കിന്റെ പാലം ആ അതിജീവിതയുടെ ഭർത്താവ് തല്ലിച്ചതച്ചത് ആ ഭർത്താവിനെതിരെ കേസെടുക്കേണ്ടതാണ്. കാരണം ഗണേഷ് കുമാറിനെ പീഡിപ്പിക്കാം, പൂച്ചക്കുട്ടി സഖാവിനെ പീഡിപ്പിക്കാം, P ശശിക്ക് പീഡിപ്പിക്കാം, PK ശശിക്ക് പീഡിപ്പിക്കാം, മരുമോനെ പീഡിപ്പിക്കാം. മരുമോന്റെ പീഡന കഥ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ പോയ കാണാം. 10 വർഷം മുമ്പ് കോഴിക്കോട്ടെ കുടുംബ കോടതിയിൽ വന്നതാണ്. ഭാര്യയുടെ വയറ്റത്ത് ചവിട്ടി കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചു. എടി നിന്നെ വേണ്ടടി 50 റുപ്യ കൊടുത്താൽ പാളയത്ത് നിന്നെക്കാൾ നല്ല പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞത് മരുമോൻ. ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ഞങ്ങൾ നവോത്ഥാനത്തിലേക്കുള്ള യാത്രയിലാണ് CPM. പക്ഷെ രാഹുൽ മാങ്കൂട്ടം, പൊട്ടന്മാരെ, രാഹുൽ മാങ്കൂട്ടം എന്താ ചെയ്തത്? രാഹുൽ മാങ്കൂട്ടയും ഈ അതിജീവിതയെ എന്താ ബലാത്സംഗം ചെയ്തോ? ഈ സ്ത്രീയാണ് റൂം ബുക്ക് ചെയ്തത്. എവിടെയെങ്കിലും കേട്ടിരുന്നോ ഒരു സ്ത്രീ പോയി കണ്ട് റൂം ബുക്ക് ചെയ്യുക എന്നിട്ട് പറയാ ചേട്ടാ വരൂ ബലാത്സംഗം ചെയ്യൂ എന്ന് ഏതെങ്കിലും സ്ത്രീ പറയടോ? മുഖത്ത് തുപ്പി അടിച്ചു. ശരി, മുഖത്ത് തുപ്പി അടിച്ചു ഒക്കെ ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് പറയാണ് നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റ് എടുക്കാം 2 എന്താ പറയാ BHK ഫ്ലാറ്റ് പോരെ ചേട്ടാ. അപ്പൊ ചേട്ടൻ പറയുന്നു അല്ല ഒരു 3 BHK ആയിക്കോട്ടെ. എന്നിട്ട് ഇവർ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നു. ചേട്ടന് ഒരു ചെരുപ്പ് വാങ്ങാൻ ഞാൻ 10,000 റുപ്യ ഞാൻ അയച്ചു തരുന്നു. ചേട്ടന് കുറച്ച് പെർഫ്യൂംസ്, ചേട്ടന് കുറച്ച് വസ്ത്രങ്ങൾ. ലോകത്ത് എവിടെയെങ്കിലും കേട്ടുന്നു പീഡനത്തിനിരയായ സ്ത്രീ പിറ്റേന്ന് ഈ പീഡിപ്പിച്ച ആൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നു, മറ്റേ എന്താ പറയാ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, വേറെ പൈസ ഒന്നുമില്ലെങ്കിൽ പോക്കറ്റ് മണി ആയി കൊടുക്കുന്നു. ഇതിലൊക്കെയാണോ പീഡനം എന്ന് പറയാ? പീഡനം PT കുഞ്ഞുമുഹമ്മദ് നടത്തിയതാണോ? PT കുഞ്ഞുമുഹമ്മദ് നടത്തിയതാണ് പീഡനം. ഒരു നവാഗത സംവിധായിക തന്റെ ചിത്രവുമായി വന്നതാണ്. എന്നിട്ടാണ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ചത്. അറിയോ? അതാണ് പൂഴ്ത്തിവെച്ചത്. കാരണഭൂതം പൂഴ്ത്തിവെച്ചു. അത് പോലീസിന് കൊടുത്തില്ല. എന്നിട്ട് ഈ പെൺകുട്ടി എത്ര പ്രാവശ്യം പോലീസിനോട് വിളിച്ച് ചോദിക്കുകയാണ് എന്റെ കേസെന്തായി. അവസാനമാണ് 13-ാം ദിവസം അത് പൊന്തിയത്. മുഖ്യമന്ത്രി പൊട്ടിക്കറിഞ്ഞു എന്നാ പറയുന്നത്. ഈ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ഈ കാനഡക്കാരി ഏറ്റവും പുതിയ രാഹുൽ മാങ്കൂട്ടത്തിനോടൊത്ത് കിടക്ക പങ്കിട്ട അല്ലേ? അതായത് അല്ല പീഡനമല്ല. കാരണം ഈ പീഡനമാണെങ്കിൽ ഈ സ്ത്രീ പിന്നെ രാഹുലിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കൂ. അന്ന് തന്നെ കേസ് കൊടുക്കില്ലേ? അന്ന് തന്നെ പൂട്ടില്ലേ?
അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും രാഹുലിന്റെ കൂടെ എന്നിട്ട് കൃത്യം ഇലക്ഷന് കൃത്യം 2 മാസം മുമ്പ് ഇതാ പരാതി. ഇതൊക്കെ ആരെ സഹായിക്കാനെന്ന് അറിയൂലേ? ആരെ സഹായിക്കാനെന്ന് അറിയില്ലേ? ആകെ മൂട് കൊള്ളിയിരിക്കുകയാണ് പിണറായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 10 സീറ്റ് പോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും മറക്കുന്നു അതിജീവിതമാർ. ഇനി ക്യൂ നിൽക്കുകയാണ് പി ശശിയുടെ ഓഫീസിന് മുമ്പിൽ. ഈ പറയുന്ന സ്ത്രീകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഒന്ന് പോയാൽ വേറൊന്ന്, ഇത് പോയാൽ വേറൊന്ന്. അതാ പറയുന്നത് റിനി ആൻ ജോർജ് ഇനിയും വരും എന്ന് പറയുന്നത്. ഇനിയും വരും. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നു ഇനി 18 എണ്ണം കൂടി വരും. അത്രേ 18 എണ്ണത്തിനെ എന്താ പറയാ ലൈനിൽ നിർത്തിയിട്ടുണ്ട്. ഇത് തൂറ്റിപ്പോയാൽ വേറെ വരും. ജാമ്യാപേക്ഷയിൽ വളരെ കൃത്യമായി രാഹുൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ്. ഇതിനെവിടെയാണ് കേസെടുക്കാൻ പറ്റുക? ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് കേസെടുക്കാൻ പറ്റുമോ? വിവാഹ വാഗ്ദാനം നൽകിയത്ര ഈ കല്യാണം കഴിച്ച പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകുക, കേസെടുക്കുക, പെണ്ണിനെതിരേക്കും കേസെടുക്കുക. ഇത് ആളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? നിങ്ങളുടെ കൂടെയാണുള്ള പെണ്ണുപിടിയന്മാർ മുഴുവനും, നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുതൽ താഴോട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലേ, എല്ലാവരും ഒന്നാം നമ്പർ പെണ്ണുപിടിയന്മാരാണ്. ഇവരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പൊ സ്പീക്കർ പറയുന്നതാണ് അയോഗ്യനാക്കാൻ പോകുക. കേട്ടോ ഷംസീറെ, അയോഗ്യനാക്കാൻ പോകുമ്പോഴേ അതിന്റെ കൂടെ വേറെ കുറച്ച് പേര് കൂടി എഴുതാനുണ്ട്. അയോഗ്യനാക്കേണ്ടത് ഗണേശനെ അയോഗ്യനാക്കണ്ടോ, മരുമോനെ അയോഗ്യനാക്കണ്ടോ, മുകേഷിനെ അയോഗ്യനാക്കണ്ടോ? ഇവരൊക്കെ പുണ്യവാളന്മാരാണ്. ആണോ? രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് സ്ത്രീ പീഡകൻ? ഇതിലാകെ രാഹുൽ മാങ്കൂട്ടം തനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തി. അതിനെന്താ ചെയ്യാൻ പറ്റുക? കാരണബോധത്തിന് എന്താ ചെയ്യാൻ പറ്റുക? ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ ഈ ഒന്നാമത്തെ പരാതിക്കാരി, രണ്ടാമത്തെ പരാതിക്കാരി, മൂന്നാമത്തെ പരാതിക്കാരി എല്ലാം തയ്യാറാക്കിയത് എല്ലാത്തിന്റെയും പരാതി ഏകദേശം ഒരേ രീതിയിലാണ്. ഇതൊന്നും മാറ്റിപ്പിടിക്കണ്ടോ? ഒന്ന് മാറ്റിപ്പിടിക്കണ്ടേ? എല്ലാവർക്കും ഗർഭം വേണം, എല്ലാവർക്കും ഗർഭഛിദ്രം വേണം, എല്ലാവരും ഈ എന്താ പറയാ നമ്മൾ മൊത്തം സ്റ്റോറി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഭർത്താക്കന്മാരുണ്ട്. അപ്പോഴാണ് ഈ ഒന്നാം അതിജീവിതയുടെ ഭർത്താവ് വന്നത് എന്റെ കുടുംബം തകർത്തു, അതുകൊണ്ട് എന്റെ കുടുംബം തകർത്തു. ഈ ഭാര്യ ഒളിച്ചോടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പിൽസ് കഴിക്കാതെ ബന്ധപ്പെടട്ടെ ചേട്ട എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിക്കൊല്ലണം. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. ഇനി കാത്തിരിക്കുന്നത് അടുത്തതാരാണ്? പറഞ്ഞു കേൾക്കുന്നത് ഒരു പോക്സോ കേസാണ് അത്ര വരാൻ പോകുന്നത്. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പരാതിക്കാരിയെ രംഗത്തിറക്കാൻ വേണ്ടി പോകുകയാണ് അത്ര CPM. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇത്തിരി കൂടി വെയിറ്റ് ചെയ്തിട്ട്. കാരണം ഈ കേസിന്റെ എന്താ പറയാ എവിടെ ചെന്ന് അവസാനിക്കും? രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ? ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ അടുത്ത് നടക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മത്സരിക്കും, കോൺഗ്രസ് പാർട്ടി എന്നെ പുറത്താക്കിയാലും അല്ലെങ്കിൽ എന്നെ തിരിച്ചെടുത്തില്ലെങ്കിലും പാലക്കാട് ഞാൻ സ്വതന്ത്രമായി മത്സരിക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രമായി മത്സരിച്ചാൽ ഞാൻ പറയുന്നു കഴിഞ്ഞ തവണ രാഹുലിന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് ജയിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് സത്യം അറിയാന്നേ. പത്രങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഫുൾ പേജ് സ്റ്റോറികൾ കൊടുക്കട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ചാനലുകൾ ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീരകൃത്യങ്ങൾ പറയട്ടെ. പക്ഷേ ജനങ്ങൾ, കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ല. അതിന്റെ ഏതാണ്ട് 500ഓളം പേരുടെ കമന്റുകൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കമന്റ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടില്ല. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്താണ്. കാരണം നിങ്ങൾക്ക് പരിശോധിക്കാം.